പി ജോസഫ് നേരത്തെ ഷാക്കിർ പറഞ്ഞ കാര്യം ഇവിടെ ഈ കത്തോലിക്ക സഭ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള നിലപാടിന്റെ കാര്യമാണ് പറഞ്ഞ. കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ഇട്ട് വന്നിട്ട് തട്ടമിട്ട കുട്ടിയുടെ പ്രവേശനം വിലക്കുന്നു. അത് സഭകളുടെ നിലപാടല്ല അങ്ങനെ പറയുന്നത്, അത് കാസയുടെ നിലപാടാണെന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗ് നേതാവ് CK ഷാക്കിർ പറഞ്ഞത്. താങ്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ഈ വിഷയത്തെ വളരെയധികം ഇത്രയധികം പ്രശ്നങ്ങളാക്കിയത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ അടുത്ത കാലങ്ങളിൽ മറ്റു വിഷയങ്ങൾ സബ്ജക്റ്റ് പിന്നെ ഇവിടുത്തെ ശബരിമല വിഷയമോ അല്ലെ അതിന് മുമ്പുള്ള പല പ്രശ്നങ്ങളോ ഒഴിവാക്കാൻ വേണ്ടി പുതിയതായി പൊക്കിയെടുത്ത ഒരു വിഷയമായിട്ട് ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. രണ്ടാമതായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് യാതൊരു വിധത്തിലും ഒരു സംസ്കാരമുള്ള കാര്യങ്ങളല്ല പുള്ളി പറയുന്നത്. കുറച്ച് നാളുകളായിട്ട് ക്രൈസ്തവ മാനേജ്മെന്റിന് നേരെ കുതിര കയറാൻ പുള്ളി വളരെയധികം പ്രയത്നിക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ കാര്യങ്ങളിലും. ഇവിടുത്തെ വിഷയം എന്നാ, ഇവിടെ ഈ ഒരു ഒറ്റ കുട്ടി മാത്രമല്ലല്ലോ ഈ വിവാഹത്തിൽപ്പെട്ട മുസ്ലിം വിവാഹത്തിൽപ്പെട്ടവർ പഠിക്കുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ ഏതാണ്ട് 40% മുസ്ലിം വിദ്യാർത്ഥികളാണ്. അവരാരും അവിടുത്തെ യൂണിഫോം അംഗീകരിച്ച് ആ യൂണിഫോം ഇട്ട് ആ സ്കൂളിലേക്ക് വന്ന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പുതിയ കുട്ടി ജൂൺ മാസത്തിലുള്ള ചേരുകയാണ്. അതിനു മുമ്പ് ആ കുട്ടി 4 സ്കൂൾ മാറിയിട്ട് 5ാമത്തെ സ്കൂളായിട്ടാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. മനസ്സിലാക്കണം, കഴിഞ്ഞ ജൂണിന് മുമ്പ് 4 സ്കൂളിൽ അത് മാറി കയറി 5ാമത്തെ സ്കൂളാണ് ഇപ്പം വന്ന് ഈ പള്ളിയിൽ ഈ സ്കൂളിൽ വന്ന് ചേർന്നിരിക്കുന്നത്. അതിനുശേഷം അതിനപ്പം അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ പ്രത്യേക വേഷവിധാനം അവിടുത്തെ യൂണിഫോം അല്ല ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, നിങ്ങൾ ഈ യൂണിഫോം ചെയ്ത കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടല്ലേ കയറിയത്, അതുകൊണ്ട് ഇവിടെ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവിടെ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട, ഇതേ സെയിം സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ട, അവരതിൻ്റെ ആ യൂണിഫോം അംഗീകരിക്കാൻ തയ്യാറാണ്. പിന്നെ രണ്ടാമത് ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കുറച്ചുനാൾ മുമ്പ് സ്കൂൾ സമയം മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് ഇവിടുത്തെ നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ടവരുടെ നിലപാടെന്തായിരുന്നു? അതിന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ നിലപാടെന്തായിരുന്നു? അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി പുള്ളിയുടെ അഭിപ്രായം അനുസരിച്ച് മാറും. ജെൻഡർ യൂണിറ്റിൽ മാത്രമല്ല, രണ്ടാമത് 2018 മുസ്താബ് മുഹമ്മദ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ഇതിന് സമാനമായ ഒരു കേസിൽ ഒരു വിദ്യാർത്ഥിയുടെയും ഒരു ഇതിനെയും കൂടെ അവസ്ഥയിൽ വന്നപ്പോഴത്തേക്കിന് കേസ് വന്നപ്പോൾ ആ കേസിനകത്ത് വിധിച്ചെന്താണ്, വിദ്യാർത്ഥികളെയും ഒരു സ്കൂളിനെ കൂടെ വരുമ്പോൾ സ്കൂളിന്റെ നിലപാടിനാണ് കൂടുതൽ പ്രസക്തി ഉള്ളത്. അതുകൊണ്ട് സ്കൂളിനെ സംബന്ധിച്ച് അതിന്റെ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന നിലപാടുമായിട്ട് യോജിച്ചു വേണമെന്ന് പറഞ്ഞു. മൂന്നാമത്, ഇത് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരിട്ടുള്ള സ്കൂളാണോ? അല്ലല്ലോ, ഇത് CBSE സിലബസിൽപ്പെട്ട സ്കൂളാണ്. CBSE സിലബസിയുടെ സെൻട്രൽ ബോർഡിന്റെ സ്റ്റഡീസാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അവിടുത്തെ കേരള ഗവൺമെന്റിനോ കേരള വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാലാമതായിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ ആരെങ്കിലും ആട്ടെ ഹൂവർ മേബി ആ പ്രിൻസിപ്പളും രക്ഷിതാവും കൂടെ സംസാരിച്ച് ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നാണ്. ആ പ്രശ്നത്തെ വീണ്ടും ആളിക്കത്തിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ചില കാര്യങ്ങളിൽ മാത്രം ഇങ്ങനെ നിലപാടെടുക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ശരി ഷാക്കിർ, അതിനുള്ള മറുപടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സ്കൂൾ സമയം മാറ്റുന്ന കാര്യമുണ്ടായിരുന്നുവല്ലോ, അന്ന് സമസ്തയുടെയൊക്കെ എതിർപ്പ് ഇവിടെ കണ്ടതാണ്. അന്ന് എവിടെയായിരുന്നു മുസ്ലിം ലീഗ്? ലീഗിനെതിരേക്ക് എന്തിനാ കക്ഷിയാക്കുന്നത് മനസ്സിലാവുന്നില്ല. മുസ്ലിം ലീഗ് രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഇത്തരം അനീതികൾ കണ്ടാൽ സ്വാഭാവികമായും അത് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കും. അത് സെലക്റ്റീവ് അനീതിയാണോ എന്നുള്ളതാണ്. സെലക്റ്റീവ് ആണോ എന്നാണ് അക്കാര്യത്തിൽ സെലക്റ്റീവ് ആകരുത്, അതുകൊണ്ടാണ്. അല്ല, അന്നും ലീഗ് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി ലീഗ് പറയണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നടക്കുക? നിങ്ങളിത് കുഴപ്പമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ? അല്ലല്ലോ. ഇവിടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരാണ്. രാജ്യത്ത് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയല്ലോ. എത്രയോ ആയിരക്കണക്കിന് സ്കൂളുകൾ കേരളത്തിലില്ലേ? ക്രിസ്ത്യൻ സഭകൾ നടക്കുന്നുണ്ട്, പല മതസംഘടനകൾ നടക്കുന്ന സ്ഥാപനമുണ്ട്. ഈ സ്കൂളിൽ തന്നെ നിരവധി മുസ്ലിം വിദ്യാർത്ഥികളില്ലേ? അവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ ജൂൺ മാസത്തിൽ വന്ന ഈ കൊച്ചിന് മാത്രം എന്താണ്? അത് നിങ്ങൾ ചിന്തിക്കാതെ തന്നെ അവിടെ ബാക്കി നിരവധി മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ സ്കൂളിൽ ഈ കൊച്ചു മാത്രമല്ലല്ലോ. ഈ ജൂൺ മാസത്തിൽ ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് കടന്നു വന്നതാണ് കൊച്ച്. അതാണ് അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. അത് മനസ്സിലാക്കുന്നില്ല. ഇത് മൊത്തം പറഞ്ഞ് വർഗീയവൽക്കരിക്കാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷോൺ, നേരത്തെ ഇവിടെ ഷാക്കിർ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ ആദ്യം എത്തിയത് ഷോൺ ജോർജ് ആണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഷാക്കിർ ഉദ്ദേശിക്കുന്നത് ഷോണിന് അവിടെ എന്താണ് കാര്യം? ഷോൺ സഭയുടെ പ്രതിനിധിയാണ്. ഞാൻ പറഞ്ഞതല്ല, ആ കന്യാസ്ത്രീ അവിടുത്തെ പ്രിൻസിപ്പൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞു നന്ദി പറഞ്ഞത് ഷോൺ ജോർജിനാണ്. അതെ, അതിനെക്കുറിച്ചാണല്ലോ താങ്കൾ പറഞ്ഞത്. ഷോണിന് അവിടെ എന്താണ് കാര്യം? ഷോൺ സഭയുടെ ആളാണോ എന്ന് ചോദിച്ചില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ ഷോണിനോട് ചോദിച്ചത്. ഷോൺ, അതിനിവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഹൈബീഡത്തും നന്ദി പറഞ്ഞത് ഇവർ കാണില്ല. ഇപ്പൊ എടുത്തു പറഞ്ഞൊരു വിഷയം, മുസ്ലിം ലീഗ്
എടുത്ത നിലപാടാണ്. അവിടെ എന്തുകൊണ്ട് ഈ രാജ്യത്തുള്ള നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവിടെ SDP ഉണ്ടാക്കിയ വിഷയങ്ങളെ കുറിച്ചും അവരവിടെ ഉണ്ടാക്കിയ സംഘർഷാവസ്ഥയെക്കുറിച്ചും ഇവർക്കൊക്കെ പറയാൻ എന്താണ് ഭയം? SDP ഭയക്കേണ്ട ഗതികേട് മുസ്ലിം ലീഗിനുമായോ? ഇപ്പോ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ശിവൻകുട്ടി മന്ത്രി SDP ഭയക്കുന്ന നമുക്കറിയാം. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ SDP സ്വാധീനമുള്ള മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് സ്വയം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് ആരെയാണ് ഭയക്കുന്നത്? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ ഈ വിഷയത്തിൽ പറയുന്നത് എന്താണ്? ഇപ്പോ ആ കുട്ടിയുടെ ആ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാം. പക്ഷെ പെട്ടെന്നുണ്ടായ മതസ്വാതന്ത്ര്യം എവിടുന്ന് വന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാം. അതോടൊപ്പം അവിടെ അനാവശ്യമായി ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും ഇതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ആ പെട്ടെന്ന് അവിടെ ഒരു വിഷയം ഉണ്ടാക്കുകയും ആ സ്കൂളിൽ കയ്യേറ്റ ശ്രമം നടത്തിയ SDP കുറിച്ച് എന്താ ഇവരുണ്ടാത്തെ? ഇവർക്ക് ഭയമാണോ? അപ്പൊ ഇത് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഈ നാട്ടിൽ ഇപ്പൊ SDP ഇല്ല, മുസ്ലിം ലീഗ് ഇല്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല, ഇതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇവരെല്ലാം ആ രാജ്യവിരുദ്ധ ശക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അല്ലാതെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഏറെ ബഹുമാനിച്ച ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഞാൻ കുഞ്ഞാപ്പാന്ന് വിളിക്കുന്ന ആളാണ്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഞാൻ വ്യക്തിപരമായി എന്നെ ഏറെ വേദനിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് എന്നും ഒരു മതേതര മുഖം കേരളം കൊടുത്തിരുന്നു. ഞങ്ങളെല്ലാം അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളെ കരുതിയിരുന്ന അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹം പോലും SDP കീഴ്പ്പെട്ട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എനിക്ക് വ്യക്തിപരമായി തന്നെ ഏറെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി. അല്ല, അത് ഷോൺ SDP ഈ വിഷയത്തിലുള്ള നിലപാട് തന്നെ ലീഗിന് വന്നു എന്ന് പറഞ്ഞാൽ അത് SDP കീഴ്പ്പെട്ടു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് മാത്രമല്ല, 5 ദിവസം ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് അങ്ങനെ വലിയ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നില്ല. സ്വാഭാവികമായിട്ടും PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരാൾ ഇതിനകത്ത് ആരെല്ലാം രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, വർഗീയപരമായി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്ന് അത് നോക്കിക്കണ്ടതിന് ശേഷമുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ഒരു പ്രതികരണമല്ലേ അത്? അതിനെ SDP ഭാഗത്തേക്ക് നീട്ടേണ്ടതുണ്ടോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഈ വിഷയത്തിൽ ഒരു നിഷ്പക്ഷ കാഴ്ചപ്പാടുകളോട് 5 ദിവസം മിണ്ടാതിരുന്ന മുസ്ലിം ലീഗിന് നേരെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടന്നു. അവർക്കും ഈ രീതിയിൽ മുസ്ലിം ലീഗിന് പോലും SDP നിലപാടിലേക്ക് വന്നില്ലെങ്കിൽ മലപ്പുറത്ത് ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ വിഷയം വലിയ രീതിയിൽ മുസ്ലിം ലീഗിന് ദോഷമാകും എന്ന നിലയിലേക്ക് മുസ്ലിം ലീഗിനെ സമ്മർദ്ദത്തിലെത്തിച്ച് SDP പാതയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് പോലും ഈ വിഷയത്തിൽ SDP അടിമപ്പെടേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വിഷയത്തിൽ കന്യാസ്ത്രീമാരുടെ നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞ ഓക്കെ, ആ കൂടെ പറയാൻ മേലെ SDP അവിടെ കാണിച്ചത് ശരിയല്ലാന്ന്. ഒരു സെക്കൻഡ് ഷാക്കിർ, അതിൽ SDP